ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ 4K മല്ലു ഫാമിലി. അപ്പം ഞാനിന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് കരുതി. അത് വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാനൊക്കെ പറ്റുന്നുള്ളൂ കേട്ടോ. നല്ല ബിസിയാണ്. കാരണം കുഞ്ഞാവേനെ നമ്മൾ ഉറക്കി എടുത്തിട്ടാണ് ഇതേ ഞാനിപ്പോൾ ചെറിയൊരു കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് കുറച്ചധികം പണികളുണ്ട്. അപ്പോൾ കുഞ്ഞാവയ്ക്ക് ഇന്ന് നമ്മൾ യൂദാസ്ലിയുടെ പള്ളിയിൽ പോയിട്ട് അവിടെ കഞ്ഞിയുണ്ട്. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് അവിടുത്തെ നൊവേനയും കഞ്ഞിയൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റേ അബിഗയിൽ മൂത്ത കുട്ടി മൂന്നാമത്തെ ആൾ വരുമ്പോഴേക്കും ആ സമയമാകുമ്പോഴേക്കും നമുക്ക് കുഞ്ഞാവിനെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കുറച്ച് കഞ്ഞി കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. കാരണം നമ്മൾ അവന് ഭക്ഷണമൊക്കെ കൊടുത്ത് തുടങ്ങിയല്ലോ. അപ്പോൾ ചോറൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവന് ഒന്ന് നേർച്ച കഞ്ഞി വെഞ്ചരിച്ച കഞ്ഞി കൊടുത്തേക്കാന്ന് കരുതിയിട്ടാണ്. ഒരു വിശ്വാസമാണ്. ഞങ്ങളെ മൂത്ത കുട്ടികൾക്കും എല്ലാവർക്കും അങ്ങനെ ഒന്നില്ലെങ്കിൽ നമ്മൾ വല്ല ഔസേ പിതാവിൻ്റെയോ അല്ലെങ്കിൽ യൂദാസ്ലിയുടെയൊക്കെ നേർച്ച സദ്യയുടെ സമയത്ത് നമ്മളെ കൊണ്ടുപോയി കൊടുക്കാറാണ് പതിവ്. അങ്ങനെ ഇവനും കൊടുത്തേക്കാന്ന് കരുതി അതൊരു മനസ്സിനൊരു സംതൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാവരും ചെയ്യുന്നുണ്ടോയെന്നൊന്നുമില്ല, എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. പിന്നെ ഇതേ നമ്മുടെ വീട്ടിലുണ്ടായ മുരിങ്ങയിലയാണ്. അപ്പോൾ മുരിങ്ങയില ഞാൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വലിയ വലിയ കൊമ്പുകളൊക്കെ ഞാൻ അടർത്തിക്കളയും, ചെറിയ കൊമ്പുകളൊക്കെ ഞാൻ വയ്ക്കും. കാരണം അത് ഇളം തണ്ടുകളാണ്, അതൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. പിന്നെ നമ്മൾ മരുന്നൊന്നും അടിക്കാത്ത മുരിങ്ങയിലയാണ്. മുരിങ്ങയിലേക്കൊന്നും അധികം മരുന്നുകളൊന്നും കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പം മുരിങ്ങയിലയും ഞാൻ കുറച്ച് ക്യാരറ്റൊക്കെ സ്ക്രാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുരിങ്ങയിലയും തേങ്ങയും മുട്ടയും കൂടി ഇട്ടിട്ട് ഒരു ചെറിയ തോരൻ ഉണ്ടാക്കാമെന്ന് കരുതി. കാരണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇലക്കറികളും കാര്യങ്ങളൊക്കെ കഴിക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട്. ഞാൻ പരമാവധി ഞാനത് ശ്രമിക്കും. നമ്മളിവിടെ വാഴക്കൊടപ്പനൊക്കെ എടുക്കും. ഇതിപ്പോൾ കണ്ടു, ഇതിപ്പോൾ പുറകിട്ട് പറമ്പിൽ നമ്മൾ വാഴ 2-3 ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൊടപ്പനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അതും എടുത്ത് തോരൻ വയ്ക്കും. പയറൊക്കെ ഇട്ടിട്ട് ചെറിയൊരു തോരൻ ഉണ്ടാക്കും. അതിവിടെ നമുക്ക് പിള്ളേർക്കൊക്കെ മൂത്ത ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, 11 വയസ്സുള്ള ആൾക്ക്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറമ്പിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി നമ്മൾ കറിയാക്കും. കാരണം നമ്മൾ ഒരുപാട് വലിയ മരുന്നുകളൊന്നും അടിക്കാതെ നമ്മളുണ്ടാക്കുന്നതാണല്ലോ ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഇതുപോലുള്ള സാധനങ്ങൾ കുറച്ചും കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കുമല്ലോ. പിന്നെ അറിയാലോ, ഞാനിപ്പോൾ ഫീഡിങ് മദറാണ്. പിന്നെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പരമാവധി നമ്മൾ നാച്ചുറലായിട്ടും കുറച്ച് ഹെൽത്ത് കോൺഷ്യസുമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ, അതായത് ഹെവി ഫുഡ്, ഫാസ്റ്റ് ഫുഡ് മാത്രം കഴിച്ചാൽ പോരല്ലോ. ഇതുപോലുള്ള കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാൻ ഞാൻ മറക്കാറില്ല. ഇപ്പം ഞാൻ ഇനിയിപ്പോൾ നമ്മൾ ഈ തോരൻ വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കുഞ്ഞാവയുടെ തുണിയൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ വേഗം ഇതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് നമുക്ക് പാത്രമൊക്കെ കഴുകാനുണ്ട്. നമ്മുടേതായ പണികൾ നമ്മൾ എന്തായാലും ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അടുത്ത് പല സ്ഥലങ്ങളിലും കിട്ടും കേട്ടോ. ചക്കിലെന്ന് വെച്ചാൽ ആട്ടുന്ന സ്ഥലം തന്നെയാണ് നമ്മൾ ആട്ടുന്നത് കണ്ടിട്ടുമുണ്ട്, കോപ്പർ ഉണക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാൽപ്പാട് ഞാൻ എടുത്ത് വെച്ചത്, അത് ഉരുക്കിയതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ളതും കൂടി ഞാൻ താഴേക്ക് വരാൻ വേണ്ടിയിട്ട് അത് ചരിച്ച് വെച്ചേക്കുവാണ് ആ പാത്രം കേട്ടോ. ഞാനിവിടെ നെയ്യ് പുറത്തുനിന്നൊന്നും മേടിക്കാറില്ല. ഞാൻ ആട്ടുംപാലും മേടിക്കുന്നുണ്ട്, പശുപാലും മേടിക്കുന്നുണ്ട്. നമുക്കിവിടെ ഡയറിയിൽ നിന്ന് നല്ല പാലൊക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ രണ്ടിൻ്റെയും പാൽപ്പാടയൊക്കെ എടുത്ത് വെക്കും. അപ്പോൾ കുറച്ച് കൂടുതലായി കഴിയുമ്പോൾ ഏകദേശം ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 months ഒക്കെ കഴിയുമ്പോഴേക്കും 2 or 3 months ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് പാൽപ്പാട് അത്യാവശ്യം നല്ലതുപോലെ കിട്ടിക്കഴിയുമ്പം ഞാൻ അതെടുത്തിട്ട് ഉരുക്കുകയാണ് ചെയ്യണത്. അങ്ങനെയാണ് എനിക്ക് നെയ്യ് കിട്ടുന്നത്. ഞാൻ ആ നെയ്യ് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ കുട്ടികൾ ബ്രെഡ് റോസ്റ്റ് ചെയ്യുന്നതും പിന്നെ നമുക്ക് ബിരിയാണിയൊക്കെ എടുക്കാൻ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നതും പിന്നെ ദോശ ചുടുമ്പോഴൊക്കെ ഞാൻ ആ നെയ്യ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പുറത്തുനിന്ന് അധികം നെയ്യൊന്നും മേടിക്കാറില്ല. കണ്ടോ, അപ്പോൾ ഞാൻ പച്ചമുളകും ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇലയൊക്കെ എടുത്തിട്ടിട്ട് തോരൻ ഉണ്ടാക്കുകയാണെങ്കിൽ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരുപാട് കുക്കിംഗ് ചാനലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ. എൻ്റെ കുക്കിംഗ് ഇങ്ങനെയൊക്കെയാണ്, വേഗം ഹരിബരിയായിട്ട് ചെയ്യേണ്ടി വരും. ഒരുപാട് ജോലികളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ എനിക്ക് കുറച്ച് നേരമൊക്കെ എനിക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ എനിക്ക് തോന്നും. അതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ജോലി തീർക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കാറുള്ളൂ. ആളവിടെ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷേ കണ്ടോ, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ ഇലയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ക്യാരറ്റ് അരിഞ്ഞത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്ക് കുഞ്ഞാവ എഴുന്നേറ്റിപ്പോൾ ഞാൻ പിന്നെ തീ കുറച്ചിട്ടിട്ട് ഞാൻ ഓടിപ്പോയി കുഞ്ഞാവേനെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ കുഞ്ഞാവനിപ്പോൾ നമുക്ക് അടുത്ത ആൾ വരുന്നത്, നമുക്ക് ഓട്ടോറിക്ഷയിലാണ് ആൾ വരുന്നത്. അപ്പോൾ ആൾ വരുമ്പോഴേക്കും നമ്മുടെ
ജോലികളൊക്കെ തീർത്തിട്ട് എനിക്കും ഒന്ന് തലയിൽ എണ്ണയൊക്കെ ഇട്ടൊന്ന് കുളിക്കണം എന്നുണ്ട്. അപ്പോൾ കുളിച്ച് റെഡിയായി ഇരിക്കണം. അതിന് മുമ്പ് കുട്ടി ഒരാളുടെ ബാഗ് അവിടെ കഴുകാനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ബാഗൊക്കെ കഴുകി വെക്കണം, തുണികൾ കഴുകണം, അത് വിരിക്കണം. പിന്നെ കുഞ്ഞുവാവ നമുക്ക് ഡ്രസ്സൊന്നും ഇടിയിച്ചിട്ടില്ല. ഡ്രസ്സൊക്കെ നമുക്ക് പോകാറാകുമ്പോൾ ഇടിക്കാമെന്ന് കരുതിയിരിക്കണം. കാരണം ആൾ മാക്സിമം ഉറങ്ങട്ടെ എന്ന് കരുതി. ആൾ ഉറക്കം വന്നു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ദേഷ്യമാണ്. അത് നമ്മൾ എടുത്തുകൊണ്ട് നടന്നാലോ പാല് കുടിച്ചോ ഒന്നും ഉറങ്ങത്തില്ല കേട്ടോ. ആൾ 5 മാസം ആയിട്ടുണ്ട്. ഞാൻ 5 മാസമായ ആൾക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്ത് തുടങ്ങി കേട്ടോ. കാരണം എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവാണ്. അതുകൊണ്ട് ആൾ മാത്രമല്ല, നമ്മൾ കലക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ. പക്ഷേ ആൾക്കിപ്പം അത് കുടിക്കാനും ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് കരച്ചിലും ബഹളവും ആയതുകൊണ്ടും ഉറങ്ങാത്തതുകൊണ്ടും നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ആൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. കണ്ടോ, ആളപ്പോൾ എഴുന്നേറ്റപ്പോൾ ആളെ ഞാൻ ഒക്കത്ത് വെച്ചിട്ടാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോ പിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പായിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഒരു കയ്യിൽ ആളാണ്, പിന്നെ ഒരു കൈ കൊണ്ടാണ് ഞാൻ ഈ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്ക് വേറെ, അതായത് ഈ ഫോൺ നമുക്ക് വേറെ സ്ഥലത്തൊന്നും വയ്ക്കാനുള്ള ഇതൊന്നും സൗകര്യമൊന്നും ആയിട്ടില്ല. അങ്ങനെ ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. അതേ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ റെഡിയാക്കി ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞാവയ്ക്ക് ഞാൻ പാലൊക്കെ കൊടുത്ത് വെച്ചിട്ട് കണ്ടോ ആൾ അപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കോളിഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കോളിഫ്ലവറിൽ പുഴുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വേഗം കുറച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടേ അത് ജസ്റ്റ് ചെറുതായിട്ട്, ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്തില്ല, പീസാക്കി ഇട്ടിട്ട് ഞാൻ ഈ തിളച്ച വെള്ളം, ഉപ്പിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞത് ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ കുളി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത്. എൻ്റെ ഇടയിൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ കുളി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ പറ്റുന്നുണ്ട്. ഇത് മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ട് നല്ലതാണെന്ന് എഴുതിയിട്ട് ഞാൻ മേടിച്ചതാണ്. എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷേ ഒരു മെഡിസിൻ സ്മെല്ല് പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. കുട്ടികളായി പിന്നെ ഞാൻ കാര്യമായി ഒന്നും തന്നെ ശ്രദ്ധിക്കാറില്ല. പരമാവധി വലിയ ഭംഗിയിലൊന്നും മുടി കെട്ടുമോ ഒന്നും ചെയ്യില്ല. ഞാൻ ഉപയോഗിക്കുന്ന ഐറ്റംസൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്ന യാഡ്ലിയുടെ ഒരു പൗഡർ. ഇതൊക്കെ ഒരുപാട്, അതായത് ഏകദേശം കുറേ നാളുകളായി, 1 വർഷത്തിൻ്റെ മുകളിലായിട്ട് മേടിച്ച് വെച്ചിട്ടുള്ള പൗഡറാണ്. കാരണം എനിക്കത് ഒരുപാട് നാളെ നിൽക്കും. പിന്നെ പിള്ളേരൊക്കെ എടുത്തിട്ട് കൊട്ടിക്കളയുന്ന പരിപാടികളൊക്കെ ഉണ്ട് നമുക്കിവിടെ. അപ്പോൾ അതൊക്കെ അങ്ങനെ കൊട്ടിക്കളഞ്ഞാൽ മാത്രമേ ഇതൊക്കെ തീരുള്ളൂ. ഞാൻ വല്ലപ്പോഴൊക്കെയാണല്ലോ പുറത്തിറങ്ങുന്നത്. ഇപ്പം ഇതേ പൗഡർ ഇട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു ഹിമാലയയുടെ ഒരു കാജൽ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി മേടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ തന്നെ വാഡ്രോബിൽ നിന്നാണ് ഞാൻ പോയി അതെടുത്തത്. അവരുടെ ഡ്രസ്സിങ് ടേബിളിൽ നിന്ന് എടുത്തുന്നത്. ഞാൻ ഐലൈനർ എനിക്ക് ഒരെണ്ണമുണ്ട്, പക്ഷെ ഞാനതങ്ങനെ എപ്പോഴൊന്നും ഉപയോഗിക്കുകയൊന്നുമില്ല. ജസ്റ്റ് ഒരു കാജലിട്ടു. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന്. പിന്നെ സാധാരണ ഒരു ചെറിയ കല്ലിൻ്റെയൊക്കെയുള്ളൊരു ചെറിയൊരു സ്റ്റിക്കർ പൊട്ടാണ് കേട്ടോ. പൊട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഒരുപാടൊന്നും അങ്ങനെ മേടിച്ച് വയ്ക്കില്ല. ഒരു 2-3 ടൈപ്പ് ഓഫ് പൊട്ടുകളുണ്ട് ഞാൻ. പിന്നെ മാർസിൻ്റെ ലിപ്സ്റ്റിക്ക്, ഇതെനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കളർ. ഇതിന് മുമ്പ് ഞാനൊരു നൈക്കയുടെ ലിപ്സ്റ്റിക്ക് ഏകദേശം ഈ കളറിനോട് മാച്ച് ചെയ്യുന്ന പോലത്തെ ഒരു കളറാണ് ഇട്ടിരുന്നത്. ഒരുപാട് ഡാർക്കായിട്ടും കട്ടിയായിട്ടൊന്നും ഇടില്ല കേട്ടോ. എനിക്കൊരു ലൈറ്റായിട്ട് വലിയ സിമ്പിളായിട്ടൊക്കെ പോകാനാണ് ഇഷ്ടം. നമ്മൾ പള്ളിയിലും പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലുമാണല്ലോ പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് ഒരുങ്ങുമൊന്നുമില്ല. ഈ ഒരുക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതൊക്കെ മാറും. നമ്മുടെ ലുക്കൊക്കെ ആകെ വല്ലാത്ത പോലെയാവും. വലിയ സ്റ്റൈലും കാര്യങ്ങളും നോക്കി നടന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ, കുട്ടികളുടെ കാര്യങ്ങളും. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞതേ കൊച്ചിനിടാനുള്ള ഡ്രസ്സ്, പിന്നെ അബിഗേലിന് വരുമ്പം ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ അവന് ഉപയോഗിക്കുന്ന വൈപ്സും ഒരു ഡയപ്പർ എടുക്കും കേട്ടോ ഞാൻ. എൻ്റെ ഹെയർ സ്റ്റൈലിങ്ങൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. പണ്ട് ഞാൻ ചെയ്തിരുന്ന ഹെയർ സ്റ്റൈലൊക്കെ തന്നെയാണ് ഏകദേശം. പിന്നെ ചെറുതായിട്ടൊക്കെ ഞാനൊന്ന് കോംബ് ചെയ്യുള്ളൂ കേട്ടോ. കാരണം നനഞ്ഞ മുടി ആയതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും കോംബ് ചെയ്യത്തൊന്നുമില്ല. എനിക്ക് അങ്ങനെ നമ്മൾ നനഞ്ഞ മുടി ഒരുപാട് നമ്മൾ ഈരാൻ പാടില്ല എന്നാണല്ലോ പറയുന്നത്. എന്നാലും നമ്മൾ പുറത്ത് പോകുന്നതുകൊണ്ട് സിമ്പിളായിട്ട് വേഗം ഈരണം. കണ്ട ഞാൻ സൈഡിലേക്ക് വകച്ചിലാണ് ഇടാറ്. എനിക്ക് വലിയ സെറ്റപ്പായിട്ടൊന്നും മുടി കെട്ടാൻ ഇഷ്ടമില്ല. നനഞ്ഞ മുടി ആയതുകൊണ്ട് ഞാൻ അഴിച്ചിട്ടിട്ട് ചെറിയ കുഞ്ഞ് ക്ലിപ്പ് കുത്തുള്ളൂ കേട്ടോ.
അപ്പം നമ്മൾ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഡ്രസ്സുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കൊച്ചിന് ഞാൻ ഉപയോഗിക്കുന്നത് മദർസ് പാഷിൻ്റെ വൈപ്സാണ്. പിന്നെ മമ്മി പോക്കോൻ്റെ ഡയപ്പറാണ്, മീഡിയം സൈസാണ്. അവൻ 5 months ബേബിയാണ്, ഏകദേശം 7 kilo എബവ് ഉണ്ട്. എന്നാലും ഞാൻ ഒരുപാട് ടൈറ്റായിട്ടുള്ള ഡയപ്പറൊന്നും ഉപയോഗിക്കില്ല. ഞാൻ കുറച്ചും കൂടി നെക്സ്റ്റ് സൈസേ എടുക്കുകയുള്ളൂ. ആക്ച്വൽ സൈസിനേക്കാളും നെക്സ്റ്റ് സൈസാണ് എടുക്കുന്നുള്ളൂ. അത് ഞാൻ മറ്റവരായിരുന്നപ്പോഴൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ. അത് കഴിഞ്ഞ് അബിഗേൽ വന്നപ്പോൾ നമ്മൾ അബിഗേലിനെയും റെഡിയാക്കി മരുന്നൊക്കെ കൊടുത്തിട്ട് നമ്മൾ അവളെയും കൊണ്ട് പോയായിരുന്നു. ഏകദേശം ഇപ്പോൾ 2 മണി കഴിഞ്ഞായിരുന്നു. ആളുകളൊക്കെ തിരക്കൊക്കെ വളരെയധികം കുറഞ്ഞ് കഞ്ഞി കുടിക്കലൊക്കെ കഴിഞ്ഞ്. എന്നാലും നമ്മളവിടെ വരുന്ന ചിലരൊക്കെ വരുന്നുണ്ടായിരുന്നു. കഞ്ഞി അവിടെ എപ്പോഴും നമുക്ക് കിട്ടും കേട്ടോ. ഏകദേശം വൈകുന്നേരം വരെയും കഞ്ഞിയുണ്ട്. നല്ല കഞ്ഞിയാട്ടോ അവിടുത്തെ കഞ്ഞി. ജീരകവും തേങ്ങയൊക്കെ ഇട്ട് കുറേ നേരമായിട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ടുള്ള കഞ്ഞി ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ആ കഞ്ഞി കുടിക്കാനായിട്ട്. അപ്പോൾ അബിഗേൽ ഞങ്ങൾ കഞ്ഞി കുടിയൊക്കെ കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. സൂപ്പർ മാർക്കറ്റിൽ വന്നു. ഇവിടെ നമ്മൾ റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഓഫറുണ്ട്. 1/1 ഓഫർ, 99 rupees ഐറ്റംസ്, പിന്നെ 49 rupees ഐറ്റംസൊക്കെ ആയിട്ട്. ഞാൻ കുറച്ച് ഈ കോൺഫ്ലെക്സും കുറച്ച് ബിസ്ക്കറ്റും പാക്കറ്റുകളൊക്കെ എടുത്തായിരുന്നു കേട്ടോ. കാരണം ചിലപ്പോൾ അബിഗേൽ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചിലപ്പോൾ കഴിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കും. നമ്മൾ അവൾക്ക് കൊടുത്തു വിടുന്നത് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സമയം ഉണ്ടാവാറില്ല. അപ്പോൾ വേഗം ചിലപ്പോൾ 2 ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് സോപ്പിട്ടൊക്കെ നിർത്തിയിട്ടാണ് ആളെ റെഡിയാക്കി വേഗം വണ്ടി വരുമ്പോഴേക്കും ഓട്ടോ വരുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി നിർത്തുന്നത്. നമ്മൾ നിർബന്ധിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജോലി നടക്കില്ല, അവളൊട്ട് ചിലപ്പോൾ സമ്മതിക്കത്തുമില്ല. അങ്ങനത്തെ സ്വഭാവമാണ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണ്. ഇത് ഏകദേശം 99 rupees തന്നെയാണ് കേട്ടോ പാക്കറ്റിലും കൊടുത്തിരുന്നത്. ഇത് എനിക്ക് തോന്നുന്നു കമ്പനികൾ ഡയറക്റ്റ്ലി ഇവർക്ക് കുറച്ച് ഓഫറുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഐറ്റംസൊക്കെ ഇങ്ങനെ ഓഫറിൽ കൂടുതലും വെച്ചിരിക്കുന്നത്. പിന്നെ ഇവരായിട്ട് തന്നെ കുറച്ച് ഓഫറുകൾ വയ്ക്കുന്നുണ്ട്, ചില പ്ലേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ചിലതിനൊക്കെ എനിക്ക് ഹൈ റേറ്റായിട്ട് തോന്നും. ചിലതൊക്കെ നമുക്ക് നല്ല കുറച്ചും കൂടി നല്ല അഫോർഡബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഓഫർ നല്ലതാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. ഞാനങ്ങനെ ഇപ്പോഴൊന്നും ഞാൻ ഈ റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ പോകാറില്ല. ഞങ്ങൾക്ക് ഫേവറേറ്റ് വേറൊരു സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ സാധനങ്ങളും കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ കുറച്ച് ഡ്രസ്സ് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഡ്രസ്സ് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടോ, ഇതൊക്കെ ഞാൻ എടുത്തായിരുന്നു. ടെക്സ്മേഡെല്ലാം ലോഷൻ, എനിക്ക് ഫ്ലോർ ക്ലീനർ ഏകദേശം എൻ്റെ തീരാറായിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ എടുത്തായിരുന്നു. പിന്നെ എനിക്കൊരു ഷാമ്പു ഞാൻ തീർന്നായിരുന്നു. ഞാൻ വാട്ടിക്കയുടെ ഒരു ഷാമ്പു ആണ് എടുത്തത്. പിന്നെ വേറെ ഐറ്റംസൊന്നും അങ്ങനെ ചെറുപുറമൊന്നും ഞാൻ എടുക്കത്തില്ല, അതൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ സോപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പ് വീട്ടിലുണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പും ചന്ദനത്തിൻ്റെയും മഞ്ചിഷ്ടയുടെയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സോപ്പൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് നാച്ചുറലായിട്ടുള്ള സോപ്പ് ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി. കണ്ടോ, ക്രിസ്മസ് ഐറ്റംസൊക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ചിലതിനൊക്കെ എനിക്ക് ആ റേറ്റിന് നല്ലതാണല്ലോ എന്ന് തോന്നിയായിരുന്നു. അപ്പോൾ കണ്ടോ, കുഞ്ഞാവനെ നമ്മൾ കരിയറിലൊക്കെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ എന്നാലും അവൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. കാരണം അവന് ഉറക്കം വന്ന സമയമായതുകൊണ്ട് കുറച്ച് നേരമൊക്കെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തൂടെ നടന്നപ്പം ഈ സാധനങ്ങളും കളർഫുള്ളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പക്ഷെ അത് ആൾക്ക് കയ്യിലേക്ക് കിട്ടാത്തതിൻ്റെ ദേഷ്യം എന്തോ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ ഭയങ്കര കലിപ്പായി. കാരണം ഇവിടെ ഇങ്ങനെ കുറച്ച് ടോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ ജീൻസിനൊക്കെ അത്യാവശ്യം നല്ല ഒരു ഓഫറും റേറ്റും എനിക്ക് തോന്നാറുണ്ട്. ഞങ്ങളിതിന് മുമ്പ് വന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്ര മോശം ക്വാളിറ്റി ഒന്നുമല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഇതുവരെ അവിടെ നിന്ന് മേടിച്ചതൊന്നും നമുക്ക് കളർ ഇളകോ അങ്ങനെ ഒന്നുമില്ല. എന്നാൽ നമുക്കൊരു 500 below റേഞ്ചിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഞങ്ങളങ്ങനെ ഡ്രസ്സൊന്നും കാര്യമായിട്ട് നോക്കിയില്ല. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് കയറിയപ്പോൾ വീഡിയോ എടുത്തെന്നുള്ളൂ. ഞാൻ കണ്ട ഇതൊക്കെ 499 rupees ഫ്രോക്കുകളാണ് ഇട്ടിരിക്കുന്നത്. നമുക്കതൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിപ്പോയി നോക്കിയുള്ളൂ. നമുക്ക് എന്തെങ്കിലും നല്ലത് കാണുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ തോന്നുവാണെങ്കിൽ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്നൊന്നും കാര്യമായിട്ടൊന്നും നോക്കിയില്ല. പിന്നെ നമ്മൾ പോയത് നമ്മൾ ചെറിയ കുക്കറൊക്കെ കിട്ടുമെന്ന് അറിയാനാണ്. കുഞ്ഞാവയ്ക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ കൊണ്ട് നമ്മൾ അവന് ഫുഡ് കൊടുക്കുന്ന
പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലും അതൊക്കെ വേവിക്കാനായിട്ട് അവന് സെപ്പറേറ്റ് ആയിട്ടൊരു കുക്കർ മേടിക്കാമെന്ന് കരുതി. കാരണം നമുക്ക് ചെറിയ കുക്കറുകളൊക്കെ എപ്പോഴും നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാം ഡെയിലി ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് അവന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു കുക്കർ മേടിക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ അവന് ബോട്ടിലൊക്കെ ഞാൻ വാങ്ങിയായിരുന്നു, അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അവന് മേടിക്കുന്ന ഐറ്റംസൊക്കെ ഞാൻ കൂടുതൽ ഐറ്റംസും ഞാൻ ഓൺലൈനിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്യുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം വീട്ടിലെത്തി. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞത് ഈ കോളിഫ്ലവർ നമ്മൾ കുട്ടികൾ വന്നു കഴിഞ്ഞപ്പം കോളിഫ്ലവറൊക്കെ കട്ട് ചെയ്ത് ഒരു ചെറിയ രീതിയിലൊരു ബജിയൊക്കെ പോലെ ഉണ്ടാക്കി. കാരണം ആ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും മൂത്ത ആൾക്ക് ഭയങ്കര കാര്യമാണ്. അപ്പോൾ അവർക്ക് ഇന്ന് കരാട്ടെ ഉള്ളതുകൊണ്ട് അവർക്ക് വേഗം ഫുഡ് ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ, ഇല്ലെങ്കിൽ അവർ തളർന്നു പോലും. പിന്നെ ചെറിയ ചെറിയ സ്നാക്സോ ബിസ്ക്കറ്റോ ഒന്നും കൊടുത്താലൊന്നും അവർക്ക് വയറ് നിറയില്ല. ഇതിപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതായതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ വീഡിയോ എടുക്കാൻ സഹായിക്കുന്നതൊക്കെ അവർ തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്ത് വെച്ച് നേരത്തെ പോയതുകൊണ്ട് എനിക്ക് വന്നിട്ട് വേഗം കട്ട് ചെയ്താൽ മതി. പക്ഷെ കട്ട് ചെയ്തിട്ട് ഞാൻ നുറുക്കിയതിന് ശേഷം ഈ പുഴു ഉണ്ടായിരുന്നല്ലോ, എപ്പോഴും ഉണ്ടാവുമല്ലോ, ഒട്ടുമിക്ക കോളിഫ്ലവറിലും പുഴു ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് പുഴു ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വിചാരിക്കാം, കാരണം അധികം മരുന്നൊന്നും അടിക്കാത്ത കോളിഫ്ലവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് അല്ല, നല്ല ക്ലിയർ ആയിട്ടുള്ള കോളിഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും മരുന്നടിച്ചതായിരിക്കും നല്ലപോലെ. കണ്ടത് ഞാൻ ചെറിയ രീതിയിൽ വെളിച്ചെണ്ണയ്ക്ക് എടുത്തിട്ടാണ് കേട്ടോ. ഞാൻ ഒരുപാട് എണ്ണയിലൊന്നും വറുക്കത്തില്ല, കാരണം ഒരു പ്രാവശ്യം വറുത്ത എണ്ണ നമ്മൾ വീണ്ടും റീയൂസ് ചെയ്യുന്നില്ല, റീയൂസ് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.